മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് അച്ചടിച്ച വരാന്ത പതിപ്പ് ഇന്ന് ദേശാഭിമാനി പുറത്തിറക്കിയിട്ടില്ല. ആ ഒരു വരാന്ത പതിപ്പ് അച്ചടിച്ച് വച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അച്ചടിയെല്ലാം പൂർത്തിയാക്കിയതാണ്. പക്ഷെ ഇന്ന് വായനക്കാരുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ വരാന്ത പതിപ്പ് ഇല്ലാതെയാണ് ദേശാഭിമാനി ഇന്ന് പത്രം പുറത്തിറക്കിയത്. അത് ഇന്നലെയോടുകൂടി ദേശാഭിമാനിയിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദം തന്നെ ഉണ്ടായി. സാധാരണഗതിയിൽ അച്യുതാനന്ദന് CPM മരിച്ചപ്പോഴും അല്ലെങ്കിൽ ജീവനോടെ ഇരുന്നപ്പോൾ പോലും വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം അച്യുതാനന്ദന് CPM നൽകിയിട്ടില്ല. VSന്റെ മുൻ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരൻ എഴുതിയ അനുസ്മരണ ലേഖനം ഉൾപ്പെടുന്ന വരാന്ത പതിപ്പാണ് അച്ചടിച്ച ശേഷം പുറത്തിറക്കാത്തത്. സാങ്കേതിക കാരണങ്ങളാൽ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്നാണ് ദേശാഭിമാനിയുടെ ഔദ്യോഗികമായ ഒരു വിശദീകരണം. ഇതിന് പിന്നാലെ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ വരാന്ത പതിപ്പിൽ വന്ന ഫീച്ചറാണ് പ്രസിദ്ധീകരിക്കാതെ ഇരിക്കാനുള്ള ഒരു പ്രധാന കാരണമായി ദേശാഭിമാനിയുടെ ഒരു വിശദീകരണം. പുല്ലാമ്പാറ നാടക ഗ്രാമത്തിലെ വിജയൻ എന്ന ആളെ കുറിച്ചായിരുന്നു കള്ളൻ വിജയൻ എന്ന ഫീച്ചറാണ് പ്രശ്നം സൃഷ്ടിച്ചത്. വീണ്ടും മുഴങ്ങുന്നു ആ കടലിരുമ്പം എന്ന തലക്കെട്ടോടെയായിരുന്നു VSനെ കുറിച്ചുള്ള ലേഖനം. VSന്റെ 1ാം ചരമവാർഷികത്തോട് അനുബന്ധിച്ചായിരുന്നു ലേഖനം അച്ചടിച്ചത്. സാധാരണ നിലയിൽ ഞായറാഴ്ചകളിൽ പത്രത്തിനൊപ്പം വരാന്ത പതിപ്പ് ഉണ്ടാകുമായിരുന്നുവെങ്കിലും ഇന്ന് പത്രത്തോടൊപ്പം വരാന്ത പതിപ്പ് ഉണ്ടായിരുന്നില്ല. സാങ്കേതിക കാരണങ്ങളാൽ വരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്നാണ് വിശദീകരണം. അത് പത്രത്തിനോടൊപ്പം തന്നെ പത്ര മേധാവി അല്ലെങ്കിൽ പത്രപ്രസാദീപൻ തന്നെ അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം വാർത്തയായതോടെയാണ് ഫീച്ചറുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയുടെ അനൌദ്യോഗിക വിശദീകരണം തന്നെ പുറത്തു വന്നത്. ജൂലൈ 21-നാണ് VSന്റെ ചരമവാർഷികം. ഈ ദിവസം വിപുലമായി ആചരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരുന്നു. എല്ലാ പാർട്ടി ഘടകങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും പാർട്ടി ഓഫീസ് അലങ്കരിച്ചും പതാക ഉയർത്തിയും അനുസ്മരണ സമ്മേളനം നടത്തിയും സ്മരണ പുതുക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നാടക സമിതികൾക്ക് സൗജന്യമായി പരിശീലനം നടത്താൻ സ്വന്തം ഭൂമി വിട്ടു നൽകിയ പുല്ലാമ്പാറ നാടക ഗ്രാമത്തിലെ വിജയൻ എന്ന കലാകാരനെ CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ കള്ളൻ വിജയൻ എന്ന നെഗറ്റീവ് തലക്കെട്ട് നൽകി ചിത്രീകരിച്ച സംഭവമാണ് വിവാദമായത്. നാടകത്തെ ജീവശ്വാസമാക്കിയ ഒരു നല്ല മനുഷ്യനെ അനാവശ്യവാദത്തിലേക്ക് വലിച്ചഴിച്ചതിനെതിരെ പാർട്ടിയിൽ തന്നെ കടുത്ത അമർഷം വരികയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലാമ്പാറയിൽ 50-ലധികം പ്രൊഫഷണൽ നാടക കലാകാരന്മാർക്ക് താങ്ങായി നിൽക്കുന്ന വ്യക്തിയാണ് മുൻ നാടക നടൻ കൂടിയായ വിജയൻ. തന്റെ കയ്യിലുള്ള ഭൂമി വിട്ടു നൽകി നാടകപ്പുറത്തവർക്ക് താമസവും ഭക്ഷണവും സൗജന്യ പരിശീലന സ്റ്റേജും ഒരുക്കിയ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഫീച്ചറാണ് കള്ളൻ വിജയൻ എന്ന വിവാദ തലക്കെട്ട് പത്രം നൽകിയത്. ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്രദ ദിനേശനെ പൂട്ടാനുള്ള ചിലരുടെ നീക്കമാണ് പുറത്തുവന്നത്. VSന്റെ മുൻ പ്രസ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ചരിത്രകാരനുമായ KV സുധാകരൻ എഴുതിയ വീണ്ടും മുഴങ്ങുന്നു ആ കടലിരുമ്പം എന്ന വികാര നിർഭയമായ കവർ സ്റ്റോറി ഉൾപ്പെടെയുള്ള വരാന്ത പതിപ്പാണ് ഞായറാഴ്ച വായനക്കാരിലേക്ക് എത്താനിരുന്നത്. പുതിയ കാലഘട്ടത്തിൽ VSന്റെ ഓർമ്മ പുതുക്കൽ അനിവാര്യമാണെന്ന് CPM സംസ്ഥാന സമിതി സർക്കുലർ ഇറക്കിയ പശ്ചാത്തലത്തിലാണ് ദേശാഭിമാനി മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പതിപ്പ് തയ്യാറാക്കിയത്. എന്നാൽ അവസാന നിമിഷം പത്രം മുക്കാൻ ആ രാഷ്ട്രീയവാദവും അതോടൊപ്പം തന്നെ കള്ളൻ വിജയൻ തലക്കെട്ടും ചിലർ ആയുധമാക്കിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുത്രദ ദിനേശനെ പൂട്ടാനുള്ള ഒരു നീക്കം ഒരു അണിയറയിൽ വർഷങ്ങളായി ഒരുങ്ങുന്നുണ്ടായിരുന്നു. കാരണം 10 വർഷം പിണറായി വിജയന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച പുത്രദ ദിനേശൻ ഭരണം മാറിയതോടെ എല്ലാ സത്യങ്ങളും വിളിച്ചു തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ജീവിച്ചിരുന്ന സമയത്തും മരിച്ച സമയത്ത് പോലും പിണറായി വിജയൻ ആയിക്കോട്ടെ CPMലെ മുതിർന്ന നേതാക്കളായിക്കോട്ടെ VS അച്യുതാനന്ദന് ഒരു തരത്തിലുമുള്ള ഒരു ബഹുമാനമോ ഒരു ആദരവോ നൽകിയിട്ടില്ല. കാരണം ആദ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത്, കേരളം ഭരിക്കാൻ വരുന്ന സമയത്ത് തന്നെ അതിൽ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അതായത് അച്യുതാനന്ദന് ഓർമ്മക്കുറവുണ്ട്, പ്രായം കൂടുതലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയാകുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ ഒരു വകുപ്പ് നൽകി ഒരു മൂലയിലേക്ക് പിണറായി വിജയൻ VSനെ തട്ടിയിട്ടത്. അങ്ങനെ ഇപ്പോ VSന്റെ അതേ പ്രായത്തിലേക്ക് പിണറായി വിജയൻ എത്തിയെങ്കിലും പക്ഷെ പാർട്ടിയിൽ ആരും പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് പറയാതെ നിൽക്കുന്നതും VSന്റെ അനുകൂലികൾക്ക് വലിയ രീതിയിലുള്ള ഒരു അമർഷം ഉയർത്തുന്നുണ്ട്.